വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട യുവതികളെ തന്റെ പ്രലോഭനത്തിൽ വീഴ്ത്തി അവരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതിനുശേഷം അവരെ കൊലപ്പെടുത്തുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന സൈനൈഡ് മോഹൻ എന്ന കഥാപാത്രത്തെയാണ് കളങ്കാവൽ എന്ന സിനിമയിലൂടെ മമ്മൂട്ടി അവതരിപ്പിച്ചത്. കഥയുടെ നറേഷനിൽ കൂടുതൽ ഇമ്പാക്റ്റിനുവേണ്ടി സിനിമയിൽ മോഹനൻ എന്ന വ്യക്തി ഒരു സ്കൂൾ അധ്യാപകൻ എന്നതിനു പകരം ഒരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിലെത്തുന്നു എന്നത് മാത്രമാണ് ആകെയുള്ള വ്യത്യാസം. പക്ഷെ സിനിമയിൽ മമ്മൂട്ടി കാണിക്കുന്ന സൈക്കോസിസമെല്ലാം സൈനൈഡ് മോഹൻ എന്ന സീരിയൽ കില്ലറിന്റെ സ്വഭാവത്തിന്റെ വെറും 1% മാത്രമാണ്. കണ്ടറിഞ്ഞതിലും കൊടൂരമാണ് സൈനൈഡ് മോഹൻ എന്ന മോഹൻ മാസ്റ്ററുടെ കഥ. ചരിത്രവസ്തുതകളെ ആധാരമാക്കി ശരിക്കുമുള്ള മോഹൻ മാസ്റ്ററുടെ കഥയൊന്ന് കേട്ടുനോക്കിയാലോ? പുതിയ കൂട്ടുകാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്റ്റോറി ടെല്ലർ മല്ലു. ദക്ഷിണ കന്നഡ എന്ന തീരദേശ ജില്ല. 2009 ജൂൺ 17 ഇവിടുത്തെ ബണ്ട്വാൾ താലൂക്കിലെ ബാരിമാർ ഗ്രാമത്തിൽ നിന്ന് അനിത മുല്യ എന്നൊരു 22-കാരിയെ കാണാതാകുന്നു. ഈ അനിതയെ കാണാതായി 2 ദിവസത്തോളം വീട്ടുകാരും നാട്ടുകാരും അവളെ തേടി ആ നാട് മുഴുവൻ അലയുന്നു. എന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ സ്ഥലത്തെ ഒരു ലോക്കൽ സ്വാമി ഈ വിഷയത്തിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്നു. ആ പ്രദേശത്തെ മുസ്ലിം പയ്യന്മാരിൽ ആരെങ്കിലും അവളെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയതാകാമെന്ന്. ഈ അഭിപ്രായം അവിടെയുള്ള ആളുകൾക്കിടയിൽ വൻ ചർച്ചയാകുന്നു. ഇതിനാൽ തന്നെ ജില്ലയിൽ വലിയ രീതിയിലുള്ള കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടാവുന്നു. അതോടെ ആ പ്രദേശം മുഴുവൻ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നു. അനിത ജനിച്ച ബാങ്കേര സമുദായക്കാരെല്ലാരും സംഘടിച്ച് ബണ്ട്വാളിലെ പോലീസ് സ്റ്റേഷൻ വളയുന്നു. അനിതയെ തട്ടിക്കൊണ്ടുപോയ ജിഹാദികളെ കണ്ടെത്തിയില്ലെങ്കിൽ സ്റ്റേഷൻ തീയിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഈയൊരു പ്രകടനത്തോടെ അനിതാ മുല്യയുടെ തിരോധാനം പോലീസ് വളരെ ഗൌരവമായി കണക്കിലെടുത്ത് അതിൽ അന്വേഷണം തുടങ്ങുന്നു. ഈ കേസിന്റെ അന്വേഷണം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറപ്പെടുന്നു. പുത്തൂർ ASP ചന്ദ്രഗുപ്തയും സർക്കിൾ ഇൻസ്പെക്ടർ നഞ്ചുണ്ട ഗൌഡയും ഈ കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നു. അനിതയുടെ തിരോധാനം മിക്കവാറും ഒരു കിഡ്നാപ്പാവാനാണ് സാധ്യത എന്ന നിഗമനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബണ്ട്വാൾ പോലീസ് അനിതയുടെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാകുന്നു. കാണാതാകുന്നതിനു മുമ്പുള്ള ദിവസങ്ങളിൽ അനിത തന്റെ ഫോണിൽ നിന്ന് രാത്രി ഏറെ വൈകിയും ഏതോ ഒരു അജ്ഞാത നമ്പറിലേക്ക് വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നുവെന്നും. സ്വാഭാവികമായിട്ടും പോലീസ് ആ നമ്പർ ട്രേസ് ചെയ്യുന്നു. അത് മടിക്കേരിയിലുള്ള ശ്രീധർ എന്നൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത സിം ആയിരുന്നു. ആ ലീഡ് പിന്തുടർന്നു ചെല്ലുന്ന പോലീസ് ശ്രീധരനെ ചോദ്യം ചെയ്തപ്പോഴാണ് ആ സിം എടുത്തത് അയാളുടെ പേരിലാണെങ്കിലും അത് ഉപയോഗിച്ചിരുന്നത് അനിയത്തി കാവേരി ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത്. എന്നാൽ 2009 ഫെബ്രുവരി തൊട്ട് ഈ കാവേരിയും മിസ്സിംഗ് ആണ്. സ്വാഭാവികമായിട്ടും പോലീസ് അടുത്തതായിട്ട് പരിശോധിക്കുന്നത് ആ നമ്പറിന്റെ കോൾ റെക്കോർഡുകളാണ്. അതിൽ കാവേരിയുടെ കുടുംബക്കാർക്ക് അറിയാത്ത വേറെ ഏതോ ഒരു നമ്പറിൽ നിന്ന് ഇതുപോലെ നിരവധി കോളുകൾ വന്നതായിട്ട് പോലീസിന് മനസ്സിലാകുന്നു. ഈ നമ്പറാവട്ടെ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള പുഷ്പ എന്ന മറ്റൊരു യുവതിയുടേതായിരുന്നു. ഇത് അന്വേഷിച്ചു ചെന്നപ്പോൾ അവർക്കറിയാൻ കഴിഞ്ഞത് ഈ പുഷ്പയും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മിസ്സിംഗ് ആണ് എന്നാണ്. ഇതുകൂടി അറിഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതൊരു തലവേദന പിടിച്ച കേസായി മാറുന്നു. അങ്ങനെ പോലീസിന്റെ മുന്നിൽ വന്ന ആ ലീഡുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കാണാതെ പോയ പല യുവതികളിലേക്കും നീളുന്നു. അങ്ങനെ ദിവസം ചെല്ലുന്തോറും ഈ കേസിൽ പോലീസിന്റെ ക്രൈം ബോർഡിൽ തെളിഞ്ഞുവരുന്ന കാണാതായ പെൺകുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ലോക്കൽ പോലീസിന്റെ ആശയക്കുഴപ്പവും അതോടൊപ്പം വർദ്ധിച്ചുവരുന്നു. ഇത്രയധികം യുവതികൾ ഒന്നിച്ച് ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് ഒന്നുകിൽ ഇതൊരു സീരിയൽ കില്ലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ റാക്കറ്റ്. എന്തായാലും ഈ കേസ് തങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുന്നു. അവർ സൈബർ അനലിറ്റിക്സ് വിങ്ങിന്റെ വിദഗ്ധരുടെ സേവനം ആവശ്യപ്പെടുന്നു. ഈ സൈബർ വിങ് അതുവരെ ലഭ്യമായിട്ടുള്ള സകല കോൾ റെക്കോർഡുകളും ഒന്നിച്ച് ചേർത്തുവച്ച് ശാസ്ത്രീയമായിട്ടുള്ള വിശകലനങ്ങൾ നടത്തുന്നു. ഏറെ നേരം നീണ്ടുനിന്ന ഈ വിശകലനങ്ങൾക്ക് ശേഷം സൈബർ അനലിറ്റിക്സ് വിദഗ്ധർ വളരെ നിർണായകമായിട്ടുള്ള ഒരു ലീഡ് ലോക്കൽ പോലീസിന് കൊടുക്കുന്നു. ഈ സിമ്മുകളെല്ലാം തന്നെ ഒരു പ്രാവശ്യമെങ്കിലും മംഗലാപുരത്തിനടുത്തുള്ള ധർലഘട്ടെ എന്ന പട്ടണത്തിൽ വെച്ച് ആക്റ്റീവായിട്ടുണ്ട്. അതോടെ പോലീസിന്റെ അന്വേഷണത്തിന്റെ പെരിമീറ്റർ ധർലഘട്ടയിലേക്ക് ചുരുങ്ങുന്നു. സീരിയൽ കില്ലിങ്ങിനേക്കാൾ പോലീസിന് സംശയം പ്രോസ്റ്റിറ്റ്യൂഷൻ റാക്കറ്റിനെ ആയതുകൊണ്ടുതന്നെ അവരാദ്യം ചെയ്യുന്നത് ആ പട്ടണത്തിലെ സകല ഹോട്ടലുകളും റെയ്ഡ് ചെയ്ത് അവരോട് വിവരങ്ങൾ ചോദിച്ചറിയുക എന്നതായിരുന്നു. ഈ ഹോട്ടൽ റെയ്ഡുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കെ പോലീസിന് സൈബർ അനലിറ്റിക്കൽ വിങ്ങിൽ നിന്ന് വളരെ നിർണായകമായ രണ്ടാമതൊരു ലീഡ് കൂടെ കിട്ടുന്നു. ഈ പറഞ്ഞ സിമ്മുകളിൽ ഒന്നുപയോഗിച്ച അതേ ഹാൻഡ്സെറ്റ്, അതായത് മടിക്കേരി സ്വദേശി കാവേരിയുടെ സിം ആദ്യമിട്ടിരുന്ന അതേ ഹാൻഡ്സെറ്റ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ധർലഘട്ടയിൽ വെച്ച് വീണ്ടും ആക്റ്റീവായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോലീസ് ആ സെൽ ടവർ പരിശോധിക്കുന്നു. ഈ ലൊക്കേഷൻ പിന്തുടർന്ന് ചെന്ന പോലീസ് പിടികൂടുന്നത് ധനുഷ് എന്ന പേരുള്ള ഒരു 16-കാരനെയാണ്. അവന്റെ പോക്കറ്റിൽ നിന്ന് കാവേരിയുടെ ഫോൺ പോലീസ് കണ്ടെടുക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കേസ് സോൾവ് ആകുമായിരുന്നില്ല. കാരണം ഇവർ പിടിച്ച ഈ പയ്യന് വെറും 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. മാത്രമല്ല പോലീസ് പേര് പറഞ്ഞ ഈ 20 പെൺകുട്ടികളിൽ ഒരാളെപ്പോലും അവന് പരിചയമില്ലായിരുന്നു. എന്ന അന്വേഷണ സംഘം ചോദിച്ച ഏറെ നിർണായകമായൊരു ചോദ്യം, ഈ ഫോൺ നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്നതായിരുന്നു. അതിനവൻ പറഞ്ഞ മറുപടി അന്വേഷണ സംഘത്തിനുള്ള നാഴിക കല്ലാവുന്നു. അവന്റെ അമ്മാവൻ മോഹൻ മാസ്റ്റർ താൽക്കാലികമായി അവന് ഉപയോഗിക്കാൻ കൊടുത്തതാണ് ഈ ഹാൻഡ്സെറ്റ്. അങ്ങനെ അന്വേഷണ സംഘം മോഹൻ മാസ്റ്ററിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കുന്നു. എന്നാൽ അതേസമയം ഈ അന്വേഷണ സംഘത്തിനൊരു കോൾ വരുന്നു. ഹസൻ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം വിദഗ്ധനായിരുന്ന ഒരു ഡോക്ടറുടേതായിരുന്നു ഈ കോൾ. അതായത് അനിതയെ കാണാതായതിന്റെ തൊട്ടടുത്ത ദിവസം ജൂൺ 18 ബണ്ട്വാളിൽ നിന്ന് 160 കിലോമീറ്റർ അകലെയുള്ള ഹസൻ നഗരത്തിൽ
ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തിന്റെ ഉള്ളിൽ നിന്ന് വിവാഹവസ്ത്രം ധരിച്ച് കഴുത്തിൽ താലിയുമണിഞ്ഞ ഒരു 22-കാരിയുടെ മൃതദേഹം വായിൽ നിന്ന് നുരയും പതയും വന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. ദിവസങ്ങളോളം തിരിച്ചറിയാൻ ആരെങ്കിലുമൊക്കെ വരുന്നതും കാത്ത് ഈ മൃതദേഹം ഹസൻ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയുടെ ഫ്രീസറിൽ തന്നെ കിടക്കുന്നു. മൃതദേഹം തേടി ആരും വരാത്തതിനാൽ തന്നെ പതിവുപോലെ അജ്ഞാത ജഡങ്ങളുടെ കൂട്ടത്തിൽ അതും മറവു ചെയ്യുന്നു. എന്നാൽ സ്ത്രീകളുടെ ഈ മിസ്സിംഗ് പരമ്പരകളുടെ വാർത്തകൾ കേട്ടപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കുണ്ടായ സംശയമാണ് ഈ ഫോൺ കോളിന് കാരണമായത്. വിവരമറിഞ്ഞതും അന്വേഷണ സംഘം അവിടെയെത്തി പരിശോധന ആരംഭിച്ചു. കൂടുതൽ പരിശോധിച്ചപ്പോൾ പെൺകുട്ടിയുടെ മരണകാരണം സയനൈഡ് പോലുള്ള എന്തോ ഒരു വിഷവസ്തുവാണെന്ന് അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ പോലീസ് സമാനമായ ഇത്തരം കേസുകളെല്ലാം പരിശോധിക്കുന്നു. ഈ പരിശോധനയിൽ നിന്നും കാണാതായ പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ വിവിധ സ്ഥലങ്ങളിലുള്ള ബസ് സ്റ്റാൻഡുകളുടെ ശുചിമുറിയിൽ നിന്നും ലഭിച്ചതായി അവർക്ക് വിവരം ലഭിക്കുന്നു. ഈ സ്ത്രീകളുടെയെല്ലാം മരണകാരണം സയനൈഡ് കലർന്ന വിഷഗുളികയാണെന്ന കാര്യം പോസ്റ്റ്മോർട്ടത്തിലൂടെ തെളിയുന്നു. ആ നിമിഷം അന്വേഷണ സംഘം തിരിച്ചറിയുന്നു. അവർ അന്വേഷിക്കുന്നത് കേവലം ഒരു സെക്സ് റാക്കറ്റിന്റെ കണ്ണിയായ മോഹൻ മാസ്റ്ററെയല്ല, പകരം ഒട്ടേറെ സ്ത്രീകളെ സയനൈഡ് നൽകി കൊലപ്പെടുത്തുന്ന ഒരു സൈക്കോ കില്ലറായ മോഹൻ മാസ്റ്ററിനെയാണെന്ന്. അടുത്ത ദിവസം അയാളുടെ ചിത്രം സഹിതം 1-ാം പേജിൽ തന്നെ വാർത്ത കൊടുത്ത കർണാടകത്തിലെ പത്രങ്ങൾ ഈ മോഹൻ മാസ്റ്റർക്ക് പുതിയൊരു വിളിപ്പേര് സമ്മാനിക്കുന്നു: സയനൈഡ് മോഹൻ. കർണാടകത്തിലെ ഒരു സാധാരണ പ്രൈമറി സ്കൂൾ അധ്യാപകനിൽ നിന്ന് 20-ൽ-അധികം പെൺകുട്ടികളുടെ പ്രാണനെടുത്ത സീരിയൽ കില്ലർ മോഹൻ അന്നുമുതൽ സയനൈഡ് മോഹൻ എന്നറിയപ്പെട്ടു. അങ്ങനെ അന്വേഷണ സംഘം മോഹനായുള്ള തിരച്ചിൽ വളരെ ഊർജിതമാക്കി. ഒടുവിൽ 3 മാസങ്ങൾക്കുശേഷം, അതായത് 2009 ഒക്ടോബർ 21-ന് മംഗലാപുരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് മോഹൻകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഹനെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എത്തിച്ച ശേഷം അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. മോഹന് അനിതയെ അറിയാമോ എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ആദ്യ ചോദ്യത്തിന് അനിതയെ അറിയില്ലെന്നായിരുന്നു മോഹന്റെ മറുപടി. അനിതയുമായി മോഹൻ ബന്ധപ്പെട്ടതിന്റെ സകല തെളിവുകളും ശേഖരിച്ച ശേഷമായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ. ആദ്യ മറുപടി തന്നെ കള്ളമാണെന്ന് കണ്ടെത്താൻ ആ തെളിവുകൾ തന്നെ ധാരാളമായിരുന്നു. തുടക്കത്തിലൊന്നും തുറന്നു പറയാൻ അയാൾ തയ്യാറായിരുന്നില്ല. എന്നാൽ അധികനേരം പോലീസിന് മുന്നിൽ പിടിച്ചു നിൽക്കാനും അയാൾക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ മോഹൻ എല്ലാം തുറന്നു പറയേണ്ടി വന്നു. 2003 മുതൽ 2009 വരെ കാലയളവിൽ അനിതയുൾപ്പെടെ 20 യുവതികളെയാണ് സയനൈഡ് നൽകി അതിക്രൂരമായി മോഹൻ കൊന്നത്. അതിൽ 4 മലയാളികളും ഉൾപ്പെടുന്നു. 32 യുവതികളെ താൻ കൊല ചെയ്തു എന്നായിരുന്നു പ്രതിയുടെ ആദ്യ മൊഴി. എന്നാൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞ കേസുകൾ മാത്രമാണ് 20. ഇതിൽ തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞത് കാസർഗോഡ് സ്വദേശിനി പൂർണിമയുടെ കൊലപാതകത്തിൽ നിന്നുമാണ്. 2007 ഏപ്രിലിൽ കാസർഗോഡ് ഉപ്പള ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പൂർണിമയും മോഹനും പരിചയപ്പെടുന്നത്. കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ സുധാകർ ആചാര്യ എന്ന പേരിലാണ് മോഹൻ തന്നെ പരിചയപ്പെടുത്തിയത്. പൂർണിമയോട് അടുപ്പം സ്ഥാപിച്ച ശേഷം വിവാഹ വാഗ്ദാനം നൽകി അവളെ ബംഗളൂരുവിലെത്തിച്ചു. ഹോട്ടലിൽ താമസിപ്പിച്ച ശേഷം പിറ്റേന്ന് രാവിലെ പൂജയ്ക്ക് പങ്കെടുക്കാൻ പോകണമെന്നും അതിനാൽ തന്നെ ആഭരണങ്ങൾ അഴിച്ച് മുറിയിലെ അലമാരയിൽ വെക്കാനും മോഹൻ നിർദ്ദേശിച്ചു. പൂജയ്ക്ക് എന്ന് പറഞ്ഞ് മുറിയിൽ നിന്നിറങ്ങിയ ശേഷം ഗർഭനിരോധന ഗുളിക എന്ന പേരിൽ നൽകിയത് സയനൈഡ് ഗുളികയാണ്. ഛർദിയും ക്ഷീണവും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ തന്നെ അവളോട് വിശ്രമമുറിയിൽ പോയി കിടക്കാൻ മോഹൻ ആവശ്യപ്പെട്ടു. ബസ് സ്റ്റാൻഡിലെ വിശ്രമമുറിയിൽ ചെന്ന് ഗുളിക കഴിച്ച ഉടൻ തന്നെ പൂർണിമ കുഴഞ്ഞു വീണു മരിച്ചു. പിന്നാലെ മോഹൻ ഹോട്ടലിലെത്തി ആഭരണങ്ങളെടുത്ത് നാട്ടിലേക്ക് മടങ്ങി. അന്നത് ആത്മഹത്യയാണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. കാസർഗോഡ് മുള്ളേരിയ പുഷ്പ, ഉപ്പള വിജയലക്ഷ്മി, സാവിത്രി, മംഗലാപുരത്ത് താമസിച്ച കുമ്പള സ്വദേശിനി കമല എന്നിവരാണ് മോഹൻ കൊലപ്പെടുത്തിയ മലയാളികൾ. ലീലാവതി, അനിത, സുനന്ദ, ബേബി നായക്, ശാരദ, കാവേരി, വിനുത, ഹേമ, യശോദ, ശശികല, ശാന്ത, വനിത, സുഷാദ, സുജാത, പൂർണിമ, ആരതി എന്നിവരെല്ലാമാണ് കൊല്ലപ്പെട്ട മറ്റ് യുവതികൾ. പല പേരുകളിലാണ് മോഹൻ യുവതികളുമായി അടുപ്പം സ്ഥാപിക്കുന്നത്. അനിതയ്ക്ക് അയാൾ സുധാകർ കുലാലായിരുന്നു. സുനന്ദ പൂജാരിക്ക് അദ്ദേഹം ശശിധർ പൂജാരിയായിരുന്നു. കാവേരിക്ക് അയാൾ സുധാകർ ആചാര്യനായിരുന്നു. ദരിദ്ര കുടുംബങ്ങളിലെ പെൺകുട്ടികളെയാണ് മോഹൻ കൂടുതലായും ലക്ഷ്യമിട്ടിരുന്നത്. സ്നേഹം നടിച്ച് വശത്താക്കി താലി കെട്ടിയ ശേഷം നഗരത്തിലെ ലോഡ്ജിലോ ഹോട്ടലിലോ മുറിയെടുക്കും. യഥാർത്ഥ സ്നേഹമാണെന്ന് യുവതികളെ വിശ്വസിപ്പിക്കുന്നതിൽ മോഹൻ വിദഗ്ധനായിരുന്നു. ഇരകളെല്ലാം 20-നും 30-നും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു. ഒരു സംശയത്തിനും ഇടനൽകാതെ ഹോട്ടൽ മുറിയിൽ യുവതികളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടും. ശേഷം തന്ത്രപൂർവ്വം ആഭരണങ്ങൾ കൈക്കലാക്കും. കല്യാണത്തിനും പീഡനത്തിനും കൊലക്കും എല്ലാം കൂടി വിരലിലെണ്ണാവുന്ന ദിവസം മതി മോഹന്. പല കാരണങ്ങൾ പറഞ്ഞ് യുവതികളെ സമീപത്തെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോകും. ഗർഭനിരോധന ഗുളിക കഴിക്കാൻ നിർബന്ധിക്കും. അതിൽ സയനൈഡ് ചേർക്കും. ഗുളികയുമായി യുവതി ശുചിമുറിയിൽ കയറുന്ന തക്കത്തിന് തന്റേതായ യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ മോഹൻ സ്ഥലം വിടും. ശുചിമുറിയിൽ ചെന്ന് ഗുളിക കഴിക്കുന്ന യുവതി നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു വീഴും. മരണകാരണം സയനൈഡായതിനാൽ പലപ്പോഴും ആത്മഹത്യയാണെന്ന് നിഗമനത്തിൽ മൃതദേഹം പോലീസ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അനിതയെ കാണാതായതിന്റെ പേരിൽ ദക്ഷിണ കന്നഡയിൽ അന്ന് ആ കമ്മ്യൂണൽ ഇഷ്യൂ നടന്നിരുന്നില്ലെങ്കിൽ ഇന്നും ആ കൊലപാതക പരമ്പര തുടർന്നേനെ. കാരണം അത്രത്തോളം സൂക്ഷ്മമായതും രഹസ്യ സ്വഭാവമുള്ളതുമായിരുന്നു മോഹന്റെ നീക്കങ്ങൾ. പോലീസിന്റെ പിടിയിൽ അകപ്പെടുമ്പോഴും ഒരു തരി കുറ്റബോധം പോലും ഇദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. മറിച്ച് തന്റെ കൊലപാതക പരമ്പരയ്ക്ക് അന്ത്യം കുറിച്ച പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള പക മാത്രമായിരുന്നു മോഹനുണ്ടായിരുന്നത്.
പോലീസും കോടതിയും 20 കൊലക്കേസുകളുടെ വിചാരണ നടത്തിയെങ്കിലും 17 എണ്ണത്തിൽ മാത്രമാണ് മോഹൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഈ കേസുകളെല്ലാം മോഹൻകുമാർ തന്നെയാണ് കോടതിയിൽ വാദിച്ചിരുന്നത്. കേസിൽ തന്നേക്കാൾ ധാരണ അഭിഭാഷകനുണ്ടാകില്ലെന്ന് കാട്ടി സ്വയം വാദിക്കാൻ അനുവദിക്കണമെന്ന അഭ്യർത്ഥന കോടതി അംഗീകരിക്കുകയായിരുന്നു. 3 കേസുകളിൽ മോഹൻകുമാറിന് 2013 കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിലയിരുത്തിയായിരുന്നു കോടതി വിധി. ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തോടെയാണ് പ്രതികൃത്യങ്ങൾ നടത്തിയതെന്നും ദയ അർഹിക്കുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനാൽ പരമാവധി ശിക്ഷയായ വധശിക്ഷ വിധിക്കുകയായിരുന്നു കോടതി. കൊലക്കേസിൽ ശിക്ഷാവിധി കേൾക്കാൻ കോടതിയിലെത്തിയപ്പോഴും വധശിക്ഷ എന്ന വിധികേട്ട് പുറത്തിറങ്ങിയപ്പോഴും മോഹൻകുമാറിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമുണ്ടായിരുന്നില്ല. മറിച്ച് ഒരു ചെറു പുഞ്ചിരിയോടെയാണ് പ്രതി മാധ്യമങ്ങളെ നേരിട്ടത്. വർഷമിത്ര കഴിഞ്ഞിട്ടും ജയിൽ തടവറകൾക്കുള്ളിൽ ഇന്നുമൊരു ചോദ്യചിഹ്നമായി മോഹൻ മാസ്റ്റർ എന്ന സൈനൈഡ് മോഹൻ ജീവിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈനൈഡ് മോഹനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. സൈനിങ് ഓഫ്, യുവർ ഓൺ സ്റ്റോറി ടെല്ലർ മല്ലു.